Already Supreme Court dismissed this petition. Dismissed that petition. There is a provision in the Act passed by the Parliament that there should be an appointment of 2 non-Muslims. Somebody challenged and the Supreme Court dismissed that petition. As you said rightly, the Tamil Nadu petition is pending. We have to go through the judgment of the final judgment of the High Court and the Supreme Court. According to the direction of the concerned court, we will take a decision. ഇതിനകത്ത് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കനത്ത മഴക്കുറവ്, എൽ നിനോ പ്രകാരമുള്ള കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരത്തിൻ്റെ വലിയ ഇടിവ്, ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ ഹൈഡൽ പവർ ഉൽപ്പാദനത്തിലുണ്ടായ 80% കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാതിരുന്ന പ്രശ്നം, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തത് കൊണ്ടുള്ള ജലവൈദ്യുത ഉൽപ്പാദനം താഴോട്ട് പോയി, ഗൗരവമായി താഴോട്ട് പോയി. 2055-56% മഴക്കുറവുണ്ടായി. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ജൂലൈ 17 മൊത്തം സംഭരണ ശേഷിയുടെ 28% മാത്രമായിരുന്നു ജലസംഭരണിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 61%. ഇതാണിത്. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെൻ്റ് വെച്ചിരുന്നു. ആ എഗ്രിമെൻ്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെൻ്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടി, ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, എഗ്രിമെൻ്റ് ഇല്ല, ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പോൾ 1000 മെഗാവാട്ടിൻ്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ പവർ ജലവൈദ്യുത ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽ നിനോ പ്രതിഭാസം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, മൊത്തം മഴയുടെ ഇതിൽ ഭയങ്കരമായി കുറവ് വന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെൻ്റ് കഴിഞ്ഞ ഗവൺമെൻറ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്റ്റ്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. അല്ല, അപ്പോൾ അത്രയും ഡിമാൻഡില്ല. അപ്പോൾ അത്രയും ഡിമാൻഡ് വന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ അന്ന് ഇവർ വാങ്ങിച്ചു. അന്ന് 8 രൂപ മുതൽ 14 രൂപ വരെ 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് ഇവർ വാങ്ങിച്ചു. ഇവർ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു, വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം, അന്നത്തേക്കാൾ 1000 മെഗാവാട്ട് കൂടുതൽ കൺസംഷൻ വന്നു ഈ പ്രാവശ്യം. 1000 മെഗാവാട്ട്, 800 മുതൽ 1000 മെഗാവാട്ട് വരെ നമുക്ക് കൂടുതൽ വന്നു. ഓരോ ദിവസത്തെയും കൂടുതലാണ്. 2024-25 വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ 10 മില്യൺ യൂണിറ്റിൻ്റെ ഉപഭോഗം, കൺസംഷനാണ് ഒരു ദിവസം വർദ്ധിച്ചിരിക്കുന്നത്. മറ്റേ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാം. ആ എഗ്രിമെൻറ്റും ഇല്ല. ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി വലിയ പ്രശ്നമാണ്. എൽ നിനോ ആയതുകൊണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതൊരു സീരിയസ് ആയില്ല. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗവൺമെൻറ് വിചാരിച്ചിട്ടൊരു പവർ കട്ട് മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ എന്നിട്ട് അല്ല വെയിറ്റ് 1 മണിക്കൂർ ജനങ്ങൾ ഇരുട്ടിൽ കഴിയട്ടെ എന്നൊരു പുതിയ സർക്കാർ തീരുമാനിക്കുമോ? അപ്പോൾ ഒരു ഔചിത്യമില്ലാത്ത പ്രചരണം, ഔചിത്യമില്ലാത്ത ഒരടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണം സംസ്ഥാനത്ത് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം, ഇപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ, 1 മാസത്തിനും ഉണ്ടായതാണ്. ഇപ്പോൾ എൽനിനോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും മഴ കുറയുമെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ജലശേഖരം നമ്മുടെ സംഭരണികളിൽ കുറയുമെന്ന് കരുതിയില്ല. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാതിരിക്കുമെന്ന് കരുതിയില്ല. ഇത് എക്രോസ് ദ കൺട്രി ഈ വിഷയമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി അവർ ചോദിക്കുന്നതിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ 5 രൂപ 96 പൈസയ്ക്ക് 200 മെഗാവാട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഇപ്പോൾ 200 മെഗാവാട്ട് കൂടി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ പോയില്ല നമ്മൾ. അപ്പോൾ വലിയ എമൗണ്ടിൽ മേടിച്ചില്ല. അപ്പോഴും ഇവർ 14 രൂപയ്ക്ക് വരെ വൈദ്യുതി മേടിച്ചു. മനസ്സിലായ? ഞാനിപ്പോൾ ഈ അദാനി ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തിട്ട് അദാനി കമ്പനിക്കാണ് കൊടുത്തത് വൈദ്യുതി. അവരെ നിന്നാണ് പിന്നെ വൈദ്യുതി മേടിച്ചത്. എന്തുകൊണ്ടാണ് അന്നത്തെ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തതെന്ന് ഇതുവരെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല, അന്നത്തെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടില്ല. ആ വൈദ്യുതി കരാർ അതുകൊണ്ടാണ് ആ കരാർ റദ്ദാക്കേണ്ടി 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് കരാറ് നടപ്പിലാക്കി. 8 കൊല്ലം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, റെഗുലേറ്ററി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? പേര് പറയിപ്പിക്കണം. അല്ലല്ല, പേര് പറയിപ്പിക്കണം അംഗങ്ങൾ. അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അതിൻ്റെ അകത്ത് അംഗങ്ങൾ, ആ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. മനസ്സിലായേ? എന്നിട്ട് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് 8 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നേരെ അത് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിക്കുകയാണ്. അദാനി കമ്പനിയുടെ നിന്നാണ് മേടിച്ചത് ആദ്യം. അല്ല, നോക്കാം, നമ്മളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. ഇപ്പം നമുക്ക് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. ക്ലിയർ ആയില്ലേ? ഇനി ചോദിച്ചു അടുത്തത്. അങ്ങനെ മുൻകൂട്ടി പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ 2 മാസമല്ലേ ആയുള്ളൂ. എല്ലാ ഗവൺമെൻറ്റുകളും അവരുടേതായ റീസണബിൾ സമയം എടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, അതുപോലെ കണ്ണൂർ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. എല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുവാണ്. അതെല്ലാം വളരെ പെട്ടെന്നുണ്ടാവും.